Hi, my name is Akhil. I'm a DJ. I'm based in Trivandrum and I've been playing in South India in most of the clubs. This is my son Nanda. Hi. So he's studying in 4th. And this is Paco. Paco is actually, his breed is Cocker Spaniel. Spaniels are actually from UK. ഇത് ആക്ച്വലി ഹണ്ടിങ് ഡോഗ് ആണ്, പക്ഷേ ഇപ്പോൾ ഇത് ഹണ്ട് ചെയ്യാനൊക്കെ മറന്നെന്ന് തോന്നുന്നു. നൗ ഇറ്റ്സ് മോർ ലൈക്ക് കഡിൽ ഡോഗ്. സോ നമ്മളിവനെ പ്രത്യേകിച്ച് കേജൊന്നും ചെയ്യുന്നില്ല, നമ്മളെ കൂടെ തന്നെയാണ് ഊണും ഉറക്കമൊക്കെ. ആൻഡ് യാ ഹീസ് നൗ 4 year old. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അത്ര അഗ്രസീവായിട്ട് ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. I had a dog before during my childhood. അതല്ലാണ്ട് I always had a thing for dogs. പക്ഷേ നന്ദയ്ക്ക് he always wanted to have a dog. He always wanted to have a pet actually. So എനിക്ക് ഈ ഡോഗ്സിനോടാണ് കൂടുതൽ ഒരു ചായവുള്ളത്. അപ്പം ഇതിന് കൊറോണ സമയത്ത് അടുത്തത്. ആ സമയത്ത് നമുക്കൊരു പെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ആൾക്കാർ പെറ്റിനെ വാങ്ങി തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. അത് മാത്രമല്ല എല്ലാവരും മേടിക്കുന്ന കണ്ടിട്ടല്ല. ഹി ഓൾവേസ് വാണ്ടഡ് ടു ഹാവ് എ ഡോഗ്. ആൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ഒരു ഹീസ് എ ബ്രീഡർ. അപ്പോൾ അവൻ്റെ അടുത്ത് ഈ കൊച്ച് ഈ ലിറ്റർ വന്നപ്പം എന്നെ വിളിച്ച് പറഞ്ഞു. ദെൻ ഐ ബോട്ട് ഹിം. സോ ഹീസ് ഫ്രം കോട്ടയം ആക്ച്വലി. സോ വൺ ഓഫ് മൈ ഫ്രണ്ട് ഇസ് ഹാവിങ് എ ഫാം. അപ്പോൾ അവിടെ നിന്നാണ്. സോ ദേ ബോട്ട് ഹിം ഫ്രം കോട്ടയം. ആൻഡ് യാ അപ്പോൾ കൊറോണ സമയം തൊട്ട് ഉണ്ട് കൂടെ. മെയിൻ്റനൻസ് ആയിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫറുള്ള കൂട്ടത്തിന് ആണിത്. പക്ഷേ ഇപ്പോൾ ചൂട് കഴിഞ്ഞതല്ലല്ലോ, അപ്പോൾ ആ സമയത്ത് ഐ ട്രിംഡ് ഹിസ് ഹെയർ. അല്ലെങ്കിൽ കുറച്ചും കൂടി ഫറിയാണ്, കുറച്ചും കൂടി ഫ്ലഫിയാണ്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഷ്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പട്ടിയുള്ളവർക്ക് ദേ നോ ഹൗ ഇറ്റ് ഇസ്, ദേ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫീഡും ട്വൈസ്, കാലത്തും വൈകിട്ടും. കാലത്ത് വി ഗിവ് ഡോഗ് ഫുഡ്. ഈവനിങ് വി ഗിവ് ചിക്കൻ റൈസ് നോർമൽ നമ്മളെല്ലാ നാട്ടിലെല്ലാ പട്ടികളും കൊടുക്കുന്ന കാര്യം. മറ്റേ ചിക്കനും ചോറും മഞ്ഞളിൽ വേവിച്ചിട്ട് കൊടുക്കും. പിന്നെ മൂപ്പര് ഹീ പ്രിഫർ ടു സ്ലീപ്പ് മോസ്റ്റ് ഓഫ് ദ ടൈം. ആൻഡ് നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞല്ല, രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ കൂടെ ബെഡിലുണ്ടാവും. അവിടെ എവിടെയെങ്കിലും അവനൊരു സ്പേസ് കണ്ടെത്തും. ഇപ്പോൾ ഈ വീടെടുത്തതും എല്ലാം ഇവനെയും കൂടി ഇതിപ്പോൾ നമ്മൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. അപ്പം നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിരുന്ന് വീട് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിക്ക് ഓടി കളിക്കാനുള്ളൊരു കോമ്പൗണ്ട്. പിന്നെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിനെക്കാളും കൂടുതൽ നമ്മൾ അധികം ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ഹൗസസ്, കോമ്പൗണ്ട് പോലുള്ളത്. അതാകുമ്പോൾ ദർ ഇസ് സ്പേസ് ഫോർ ഹിം ടു റൺ അറൗണ്ട്. അങ്ങനത്തെ ഒരു സൗകര്യമുള്ള ഒരിതാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ വീടെല്ലാം എടുത്തത് ആക്ച്വലി. അപ്പോൾ ഇവിടെ ലൈക്ക് വി ആർ ഹിയർ സിൻസ് ലാസ്റ്റ് 2 years. ആൻഡ് ആവശ്യത്തിൽ കൂടുതൽ ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവനെ ഇതുവരെയായിട്ടും കേജ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം യൂഷ്വലി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഹോസ്റ്റലിൽ കൊടുക്കുന്നതിന് പകരം ഹോസ്റ്റലിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അവർ കേജൊക്കെ ചെയ്യും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ വളർത്തി ശീലിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റഡ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന് ആരെങ്കിലും വിളിച്ചിട്ട് ഐ ടെൽ ദം, ഐ ടേക്ക് കെയർ ഓഫ് ദം. ആൻഡ് അവർക്കൊന്നും ചെയ്യണ്ട, ഇവിടെ നിന്ന് മറ്റേ ഇവന് ഫുഡൊക്കെ എടുത്തു കൊടുത്താൽ മാത്രം മതി. ആരും ഇല്ലെങ്കിൽ ചിലപ്പം ഡിപ്രഷനൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ബ്രീഡാണിത്. ഇപ്പോൾ ഒരു ഡിപ്രഷൻ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല, പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പം സോ ഇപ്പം ഹീസ് ലൈക്ക് നമുക്ക് ഒരു രണ്ടാമത്തെ മോനെ പോലെയാണ്. മൂപ്പർക്ക് ഡ്രൈവൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം ചില ദിവസം വെളിയിലൊക്കെ പോകുന്ന സമയത്ത് കാറിൻ്റെ
ഫ്രണ്ടിൽ കയറിയിരുത്തുക. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സാധനം മേടിക്കാനോ ഒക്കെ ആയിരിക്കും. അപ്പം ഫ്രണ്ട് സീറ്റിലിരുന്ന് ആ ലെഫ്റ്റിലെ വിൻഡോ ഒന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് തലയൊക്കെ വെളിയിലിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില സമയം നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചില സമയം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവൻ കാറിൻ്റെ അടിയിൽ പോയി കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറച്ച് വാശി പിടിക്കുന്ന സ്വഭാവമെല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ കാറിൻ്റെ ഡോറ് തുറക്കലും അപ്പോൾ ചാടി അകത്തോട്ട് കയറും. ഒത്തിരി പ്രാവശ്യം എങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഷോ ഉണ്ട്, ഞാൻ ഷോനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് വന്ന് വണ്ടീൻ്റെ അടിയിൽ കിടക്കും. അങ്ങനെ ഞാൻ ഊബർ എടുത്ത് പോയിട്ടില്ല. ബിക്കോസ് ഈ തിരക്കിൽ ഊബർ ഇതിൻ്റെ നടുവിലൊക്കെ ആയിരിക്കും പോയി കിടക്കുന്നുണ്ടാവാം. അറ്റൻഷൻ സീക്കിംഗ് ആണ് ഭയങ്കരമായിട്ട്. ഇപ്പം ഇവിടെ ഫ്രണ്ട്സ് വന്ന്, ഇന്നലെ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു 2 വയസ്സ് കാണാം. അപ്പോൾ അതിനെ ഞാൻ എടുത്തപ്പോഴത്തേക്കും ആൾ ഫുൾ വന്ന് ഭയങ്കര ഇമോഷണലായിട്ട് നേരെ എൻ്റെ അടുത്ത് കയറി കുറയ്ക്കാനും, പിന്നെ അവനെടുക്കുന്നുള്ള മാതിരി നേരെ എൻ്റെ കാലിൻ്റെ മുകളിൽ കാല് വെച്ച് കയറി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതെല്ലാം ഉണ്ട്, ചെറിയ പിള്ളേരെ പോലെ തന്നെ. സോ ദർ ഇസ് ഒരിക്കലും നമുക്ക് വീട്ടിലൊരു പെറ്റ് ഉണ്ടെന്നല്ല തോന്നിയത്. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദർ ഇസ് another person and he enjoys and exploits all that freedom. So every day is an amazing day with him. So see, ഇപ്പോൾ എൻ്റെ വൈഫ് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ വൈഫും കൊച്ചും ഇപ്പോൾ they were not here for 2 months. അപ്പം ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. തിരിച്ച് ഷോ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ, അല്ലെങ്കിൽ ഞാനിപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ദർ ഇസ് എൻ ആഫ്റ്റർ പാർട്ടി സംഭവം ആൻഡ് ലൈക്ക് യു മൈറ്റ് കം ഹോം ലേറ്റ്. സോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം ഇങ്ങനത്തെ വല്ല ഇവൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ട്രൈ ടു കം ബാക്ക് ഹോം ഏർലി സൂൺ ആഫ്റ്റർ വൺസ് വെൻ മൈ ഇവൻറ്റ് ഗെറ്റ്സ് ഓവർ. സോ ദാറ്റ് ഞാൻ ഇവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെല്ലാം ആലോചിച്ചിട്ട് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരും. പിന്നെ ചിലപ്പോൾ ഫുഡ് കൊടുക്കണം. അപ്പം എനിക്കിപ്പോൾ അതെ, ഇതിനാണെങ്കിലും മിണ്ടാനും പറയാനൊന്നും പറ്റില്ലല്ലോ. മറ്റേ മോനും ഭാര്യയ്ക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഫോൺ വിളിക്കാം, എവിടെയാണ് പെട്ടെന്ന് വരാനൊക്കെ വേണ്ടി പറയും. അപ്പം ഞാനിത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങും. അപ്പോൾ ഈ 2 മാസം ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒരു കൂട്ടായിട്ട്. ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഹാവ് എനിത്തിങ് എൽസ്. ഞാൻ ഈ സോഫയിൽ ഇങ്ങനെ ഇരിക്കും, മൂപ്പർ നേരത്തെ വന്നിരുന്ന മാതിരി മടിയിലിരിക്കും, നമ്മുടെ 2 ആൾക്കാരും വല്ല സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അവനെന്ന് പറഞ്ഞാൽ അഗ്രഷൻ കുറവാണ്, ഒത്തിരി ഓട്ടവും ചാട്ടമൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങി അവിടെ മടിയിൽ തന്നെ ഇരിക്കും. എൻ്റെ ഇടയ്ക്ക് വൈഫ്, ഞാൻ ചോദിച്ചിട്ടുണ്ട് വൈഫിനടുത്ത് ഒരെണ്ണത്തിനും എടുക്കണമെന്ന്. അപ്പം അത് ചിലപ്പോൾ നമുക്ക് ലോഡ് കൂടും. ബിക്കോസ് ദിസ് ഈസ് ലൈക്ക് എ എക്സ്ട്രാ പേഴ്സൺ ഫോർ എസ്. അതിപ്പോൾ വീട്ടിൽ തന്നെ അപ്പം ഒരു ഇമോഷനും കൂടിയും ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഒരു എക്സ്ട്രാ ആളുടെയും കൂടി ഇമോഷനും കൂടി ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഒരു മോനെ പോലെ തന്നെ, മോൻ തന്നെ. എൻ്റെ വൈഫും കൊച്ചും ഇപ്പോൾ ജർമ്മനിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അവനറിയില്ല അവർ തിരിച്ചു വരുന്നുണ്ടെന്ന്. രാത്രി ഒരു 2 മാസത്തിന് ശേഷം 3:30-4 മണിക്ക് എന്താ വന്നത്. സോ ഹിസ് റിയാക്ഷൻ വാസ്, ഈ ചില സിനിമയിലും എൻ്റെ ആൾക്കാർക്ക് പ്രാന്ത് പിടിച്ച കാര്യമൊക്കെയാണല്ലോ, കുറേ അങ്ങോട്ടേക്ക് ഓടുന്നു, കുറേ ഇങ്ങോട്ടേക്ക് ഓടുന്നു. കുറച്ച് നേരം അവനിങ്ങനെ ശരിക്കും വന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇസ് ദിസ് ഹാപ്പനിങ് ഫോർ റിയൽ, സ്വപ്നം വല്ലതും ആണോ എന്നുള്ള കാര്യം ആൾ കുറേ നേരം. പിന്നെ കുറച്ച് നേരം അടുത്തോട്ട് വരുന്നില്ല. പിന്നെ ഈ ഇതിന് നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ അതിൻ്റെ സൗണ്ടും ഇതും ആ കിതപ്പും ഇതെല്ലാം മാറുമല്ലോ. അപ്പം ദെൻ കുറേ നേരത്തേക്ക് ഇപ്പം ഭയങ്കര കടൽ ചെയ്തു. അപ്പം ഈ 2 മാസം ഞാൻ ഇവരും മാത്രമല്ല, അപ്പോൾ കുറച്ച് ഡിപ്രഷനുണ്ട്. ബിക്കോസ് ആൾ ഒത്തിരി ആക്റ്റീവ് അല്ല, മനസ്സിലായി, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കും. ഇവർ വന്നതിന് ശേഷം പിന്നെ മറ്റേ ഹീസ് ബാക്ക് ടു ലൈഫ്. അപ്പം ഹീസ് ക്ലോസ് ടു എവ്രി വൺ. പക്ഷെ ഇതിൽ ആരെങ്കിലും ഒരാളൊന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ഹീ പ്രോബബ്ലി വുഡ് ഹാവ് ബീൻ ഗോയിങ് ത്രൂ എ ടഫ് ഫേസ്. അപ്പം സോ ദാറ്റ് വാസ് അതൊരു ഫേസ് ആയിരുന്നു. അതൊരു ഫേസ് ആയിരുന്നു. ആ ഒരു ഇവരിലെ ഒരു ഇമോഷണൽ കാണുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടും, ഓ മൈ ഗോഡ്, ദേ ആർ വെരി സെൻസിറ്റീവ്. അപ്പം ഐ ഡോണ്ട് സീ ദാറ്റ് എ ലോട്ട് വിത്ത് എനി അതർ പെറ്റ്സ് ദാൻ ഡോഗ്സ്. ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഡോഗ്സിനെയാണ്. ആൻഡ് സോ ഫാർ
it has been an amazing journey. And yeah, so when I am not here, I miss him. When we are not here, he definitely miss us. So that is very evident. Very good. He feels sometimes like a brother to me when I'm here. So sometimes when my dad goes to work just to get something, and my mom is already at her office, I'm alone playing with my friends. So evenings I come back here with my friends. So they also feels like Paco is a friend to them, and Paco's actually also very kind and like a family member all the time.